ഈ ഉമ്മാക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന വാക്ക് ഒരിക്കലെങ്കിലും പല അമ്മമാരും സ്വന്തം മക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു ചെറിയ കഥയാണിത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാറ ആൻഡ് ജഹാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഡാൻസ് കളിക്കാം കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ തലാക്കി പൊന്നീന്ന് വിരിനുള്ളൂ. ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിക്കും. അല്ല, എന്തൊക്കെയുണ്ട്? സുഖാണടാ. അല്ല, ചാനലൊക്കെ എങ്ങനെ പോണ്? അങ്ങനെ പോണ്. വ്യൂസ് ഒക്കെ കുറവാ. എന്തെങ്കിലുമൊക്കെ ഞാനും വൈറലാവും മോനെ. കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ഇട്ടപ്പോ എന്റെ അമ്മ സ്ക്രീനില് വന്നൂലേ? അന്ന് ഞാൻ ആകെ ഇല്ലാതായി. ഒരു കുന്തിൻ്റെ ഉമ്മാക്ക് അറിയില്ല. 90s അല്ലേ. എന്താലേ റീൽസിലൊക്കെ മക്കൾക്ക് പാരന്റ് ഗിഫ്റ്റ് കൊടുക്കണേ. അതൊക്കെ കാണുമ്പോൾ കൊതിയാവൂലേ? ബർത്ത്ഡേ ഗിഫ്റ്റ്, സർപ്രൈസ്, അത് ഇത് കൊതിയാവൂലേ? എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാടാ? എന്റെ അമ്മ ന്യൂജനാണ്. എനിക്ക് ഇടക്കിടക്ക് ഗിഫ്റ്റ് ഒക്കെ തരേണ്ട്. എന്താ കണ്ടന്റ് ഉണ്ടാക്കുക? എന്തിട്ടിട്ട് വൈറലാവണല്ലോ. ലൈക്കുമില്ല, കമന്റുമില്ല. മടുത്തു. എന്റെ ജീവിതം പോയി. ആരുടെ സപ്പോർട്ടില്ല. മടുത്ത്. ഉറങ്ങി തോന്നണ്. എൻ്റെ കുട്ടിൻ്റെ വീഡിയോക്ക് ഞാനൊരു ലൈക്ക് ഇട്ട് കൊടുക്കട്ടെ. ലൈക്കൊക്കെ പോരട്ടല്ലേ ഒരു വീഡിയോക്ക് ഇടാൻ കഴിയുള്ളൂ. കുറേ ഇടാൻ കഴിയുമെങ്കിൽ കുറേ ഇട്ട് കൊടുക്കേനി. എൻ്റെ കുട്ടീൻ്റെ ടെൻഷൻ പോയിനി. എന്റെ കൂടെ ലേറ്റ് ഫോൺ കാണുന്ന നേരം. ഇമ്മ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അത് ഞാനേ വെറുതെ അങ്ങനെ കണ്ടപ്പോ നോക്കിയതാ. എന്തിനമ്മ? ഇമ്മാക്ക് ടെക്നോളജി എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും എൻ്റെ മോളെ സ്വപ്നം തകരണത് കാണാൻ എനിക്ക് കഴിയൂല. ഉമ്മാൻ്റെ കുട്ടിൻ്റെ വീഡിയോ ആര് കണ്ടിട്ടില്ലെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരാള് അത് ഞാൻ മാത്രമായിരിക്കും. ഉമ്മക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നിങ്ങളെ. ഇമ്മാൻ്റെ കുട്ടിനോടും വെച്ചൊന്നുമില്ല. ഇമ്മാൻ്റെ കുട്ടി ഉയരങ്ങളിലെത്താൻ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കാറ്.